First question, a three-hinged circular arch hinged at the springing and crown points has a span of 40 meter and a central rise of 8 meter. It carries a UDL of 20 kN per meter over the left half of the span together with a concentrated load of 100 kN at the right quarter span point. Find the reaction at support, normal thrust, bending moment and shear at a section 10 meter from the left support. നമുക്ക് തന്നിരിക്കുന്നത് ഒരു സർക്കുലർ ആർച്ച് ആണ്, ഹിഞ്ച്ഡ് അറ്റ് സ്പ്രിങ്ങിങ് ആൻഡ് ക്രൗൺ പോയിന്റ്സ്. അപ്പോൾ 3 ഹിഞ്ച്ഡ് സർക്കുലർ ആർച്ച് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ റൈസ് 8 meters, UDL 20 kN per meter over the left half of the span, concentrated load 100 kN, right quarter span point. Calculate ചെയ്യേണ്ടത് find the reaction at supports, support reactions, normal thrust, പിന്നെ bending moment, shear at a section 10 meter from the left support. അപ്പോൾ നമ്മുടെ ഫിഗർ നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, KTU December 2018. സോ സർക്കുലർ ആർച്ചിൻ്റെ ലെഫ്റ്റിലാണ് 20 kN, റൈറ്റിൽ 100 kN, 10 meter. ദെൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ടിലെ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. BA, BB, H, പിന്നെ അറ്റ് എ ഡിസ്റ്റൻസ് 10 meter ഫ്രം സപ്പോർട്ട് ഏതാണ്ട് ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയറും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സിഗ്മ V ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് VA പ്ലസ് VB, പിന്നെ 20 താഴത്തേക്കാണ്, 20 പോയിന്റ് ലോഡ് ആക്കാൻ 20 ഇൻറ്റു ഡിസ്റ്റൻസ് 20, അപ്പോൾ 20 ഇൻറ്റു 20 പ്ലസ് 100. അപ്പോൾ VA പ്ലസ് VB ഈസ് ഈക്വൽ ടു 500. അടുത്ത എന്ത് ചെയ്യാം, മൊമെൻറ്റ് അബൌട്ട് A ഓർ മൊമെൻറ്റ് അബൌട്ട് B എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 20 ഇൻറ്റു 10 പ്ലസ് 100 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു VB. So vertical reaction at B 175 kN and vertical reaction at A 325 kN. അടുത്ത് എന്ത് വേണം, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏത് ഇക്വിലിബ്രിയം ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് C ഈസ് ഈക്വൽ ടു 0. ഒന്നുകിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കാം, ഇല്ലെങ്കിൽ റൈറ്റ് പോർഷൻ എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് റൈറ്റ് പോർഷനാണ്. അപ്പോൾ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് C സെക്ഷൻ കൺസിഡർ ചെയ്തു, ഈ ഒരു പോർഷൻ എടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, 100 ഉണ്ട്, 100 ഇൻറ്റു 10 അതെന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. എച്ച് വാല്യൂ H ഇൻറ്റു വെയിറ്റ്, ഇത് എന്താണ്, നെഗറ്റീവ് ആണ്, ബിക്കോസ് ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ VB എന്തായിരിക്കും, ഇത് ഇങ്ങനെ ആക്ട് ചെയ്ത് C പോയിന്റിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. VBയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 20. അപ്പോൾ ഇക്വേഷൻ VB into 20 minus H into 8 minus 100 into 10 is equal to 0. Therefore, H is equal to 312.5 kN. അപ്പോൾ സപ്പോർട്ട്സിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. വെർട്ടിക്കൽ റിയാക്ഷൻ A, വെർട്ടിക്കൽ റിയാക്ഷൻ B. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എയിലും ബിയിലും സെയിം ആയിരിക്കും, ബിക്കോസ് നമുക്കിവിടെ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഗീവൺ ആർച്ചിൽ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് രണ്ട് സൈഡിലും ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈക്വൽ ആയിരിക്കും. അടുത്ത് നമുക്ക് എന്താ വേണ്ടേ, സെക്ഷൻ ഈ പറയുന്ന D പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻറ്റും ഷിയറും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡിയുടെ കോർഡിനേറ്റ്സ് വാല്യൂസ് കിട്ടണം. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് 10 meter ആണ്. വൈ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വൈ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു, y ഈസ് ഈക്വൽ ടു H മൈനസ് R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ കോർഡിനേറ്റ് കിട്ടും. പക്ഷേ വൈ കോർഡിനേറ്റ് കിട്ടാനായിട്ട് നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യണം, തീറ്റ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് റേഡിയസ് R കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം R കിട്ടുന്ന വാല്യൂ എടുത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് കോർഡിനേറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 എന്ന്. അപ്പോൾ ഇവിടുന്ന് തീറ്റ വാല്യൂ കിട്ടും. തീറ്റ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
സോ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷനിൽ സ്പാൻ 40 മീറ്റേഴ്സ്, അപ്പോൾ 40 സ്ക്വയർ, എച്ച് റൈസ് 8, അപ്പോൾ 8 ഇൻറ്റു 8 റൈസ് 8, അപ്പോൾ 8/2, അപ്പോൾ റേഡിയസ് 29 മീറ്റേഴ്സ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 29 മീറ്റേഴ്സ്. ഇനി അടുത്തത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു L/2 മൈനസ് ആർ സൈൻ തീറ്റ. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ 10, സ്പാൻ 40, ആറിൻ്റെ വാല്യൂ 29 മീറ്റേഴ്സ് കിട്ടി. അവിടെ നിന്ന് തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് തീറ്റ വിൽ ബി ഈക്വൽ ടു 20.171 ഡിഗ്രീസ്. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് കിട്ടാൻ വൈ കോർഡിനേറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ വൈ കോർഡിനേറ്റ് കിട്ടി 6.22 മീറ്റേഴ്സ്. നെക്സ്റ്റ് വെർട്ടിക്കൽ ഷിയർ അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, സെക്ഷൻ ഡിയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഷിയർ അറ്റ് ഡി, അപ്പോൾ ഡിയിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഷിയർ, അതിന് ആ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സസ് എല്ലാം എടുക്കുക. വെർട്ടിക്കൽ ഷിയർ ആയിരുന്നു വെർട്ടിക്കൽ ഫോഴ്സ് എല്ലാം എടുക്കുക. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു വി എന്നൊരു പറഞ്ഞൊരു വെർട്ടിക്കൽ ഫോഴ്സ് അപ്വേർഡ്സ് ഉണ്ട്, 20 kN യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട് ഇത്രയും പോർഷനിലേക്ക്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ വി എ അപ്വേർഡ്സ് വി എ മൈനസ് 20 ഇൻറ്റു 10, അതെ വി എ മൈനസ് 20 ഇൻറ്റു 10. അപ്പോൾ എന്ത് വന്നു, 125 kN ആണ്. ഇനി അടുത്തത് മൊമെൻറ്റ് അബൌട്ട് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെൻറ്റ് അബൌട്ട് ഡി കാൽക്കുലേറ്റ് ചെയ്യാനും എന്താണ്, ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, വെർട്ടിക്കൽ റിയാക്ഷൻ 20 kN. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്തായിരിക്കും വരിക, എച്ച് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൈ, അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി വി എ ഇൻറ്റു 10 അത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ 20 ഇൻറ്റു 10 ഇൻറ്റു 10, 20 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 അല്ല, 20 ഇൻറ്റു 10 ഇൻറ്റു 5, ബിക്കോസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 10ൻ്റെ ഹാഫ്. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് ഡി 306.25 kN. അപ്പോൾ മൊമെൻറ്റും കിട്ടി, വെർട്ടിക്കൽ ഷിയറും കിട്ടി. ഇനി അടുത്തത് നോർമൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുക, ബി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ. എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നോർമൽ ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു 336.437 kN. അടുത്തത് റേഡിയൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യണം. ക്യൂ ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. വിയുടെയും തീറ്റയുടെയും ആംഗിൾസ് നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു 9.576 kN. A circular arch of span 25 meter with a central rise 5 meter is hinged at crown and springing. It carries a point load of 100 kN at 6 meter from the left support. Calculate reaction at support, reaction at crown, moment at 5 meter from the left support. സോ ഇതാണ് നമ്മുടെ ഗീവൺ ആർച്ച്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ എ, വെർട്ടിക്കൽ റിയാക്ഷൻ ബി, ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അതിന് ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ആണ്, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. നമുക്ക് വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഇനി അടുത്തത് ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ ബി കിട്ടി 24 kN. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ബി വാല്യൂ ഹിയർ, വി എ ഈസ് ഈക്വൽ ടു 76 kN. അടുത്തത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെടുത്താൽ മതി, ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് സി ഈസ് ഈക്വൽ ടു 0. ഒന്നുകിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ എടുക്കാം. ഇവിടെ എടുക്കാൻ എളുപ്പം ഏതാണ്, സിയിൻ്റെ സെക്ഷന് കൺസിഡർ ചെയ്യാം, എന്നിട്ട് റൈറ്റ് സൈഡ് എടുക്കുക. റൈറ്റ് സൈഡ് എടുത്താൽ വി ബിയും എച്ചും മാത്രമേ വരത്തുള്ളൂ. സോ ഇക്വേഷൻ വിൽ ബി വി ബി ഇൻറ്റു 12.5 മൈനസ് എച്ച് ഇൻറ്റു 5. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു 60 kN. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് റിയാക്ഷൻ അറ്റ് ക്രൗൺ ആണ്. ക്രൗണിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ. ക്രൗണിൽ 2 റിയാക്ഷൻസേ ഉണ്ടാകത്തുള്ളൂ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. സോ എബൌട്ട് സി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് 6 കിട്ടി, ബി എ വാല്യൂ 76 കിട്ടി. നമുക്ക്
ക്രൗണിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് 60 തന്നെ ആയിരിക്കും, ബിക്കോസ് ഇവിടെ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇനി ക്രൗണിൽ ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ എന്ത് ചെയ്താൽ മതി, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 76 minus 100 is equal to 0. Therefore, VC is equal to minus 24. അപ്പോൾ എന്താണ്, അപ്വേർഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് മാത്രമേ ക്രൗണിൽ ആക്ട് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഫൈൻഡ് മൊമെൻറ്റ് അറ്റ് 5 meter ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. സോ അതിന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രൊസീജിയർ. ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, സർക്കിളിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെമി സർക്കുലർ ആർച്ചിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേഷൻ L²/8h + h/2. അപ്പോൾ ഇവിടുന്ന് റേഡിയസ് കിട്ടി 18.125 meters. അടുത്ത് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, x is equal to L/2 minus r sin theta. എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് 5 meters. ഇവിടുന്ന് എന്ത് കിട്ടും, തീറ്റ വാല്യൂ കിട്ടും. തീറ്റ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് y കോർഡിനേറ്റിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ വാല്യൂ 24.443. ഇനി അത് y കോർഡിനേറ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ YD കിട്ടി 3.375 meters. ഇനി എന്ത് ചെയ്താൽ മതി, ആ സെക്ഷനിലെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ സെക്ഷൻ ഇതായിരുന്നു സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, 76ഉം 60ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അബൌട്ട് D. അപ്പോൾ 76 ഇങ്ങനെ വന്ന് ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. 76 × 5 minus 60 × വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 76 × YD -76 × YD ആയിരിക്കും വരുന്നത്, ബിക്കോസ് അത് ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. അപ്പോൾ 76 × 5 minus 60 × YD, മൊമെൻ്റ് D is equal to 177.47 kilonewton meters. Next, third question. A 3-hinged semicircular arch of radius r carries a UTL of intensity W per unit length over its entire horizontal span. Determine the reactions at supports and maximum bending moment in the arch. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻസ്, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സപ്പോർട്ട്സും പിന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ ആർച്ച്. ആർച്ചിൽ എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിഗ്മ ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ VA + VB ഈസ് ഈക്വൽ ടു W യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് പോയിന്റ് ലോഡ് ആക്കാനായിട്ട് W × R + R. അപ്പോൾ 2R × W. അവിടെ നിന്ന് നമുക്ക് അടുത്തത് മൊമെൻ്റ് അബൌട്ട് എ എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. മൊമെൻ്റ് അബൌട്ട് എ കൊടുക്കുമ്പോൾ നമുക്ക് VBക്ക് ഒരു ഇക്വേഷൻ കിട്ടി. VB ഈസ് ഈക്വൽ ടു W × R, VA ഈസ് ഈക്വൽ ടു W × R. ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം, ബിക്കോസ് ഇതെന്താണ്, ഇതൊരു സിമെട്രിക്കൽ ആർച്ചാണ്. അതുകൊണ്ട് ഇക്വേഷനൊന്നും എഴുതാതെ ഡയറക്റ്റായിട്ട് തന്നെ VA ഈസ് ഈക്വൽ ടു WR എന്നും VB ഈസ് ഈക്വൽ ടു W × R എന്നും എഴുതാൻ പറ്റും. വെർട്ടിക്കൽ റിയാക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് Z ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൂന്നാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും, VA × R, വിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R, അത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ എന്ത് വരും, H × R എന്ത് വരും, നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. പിന്നെ എന്തുണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അത് എന്തായിരിക്കും കോസ് ചെയ്യുന്നത്, അതും ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കാനായിട്ട് W × R, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോൾ R/2. അപ്പോൾ W × R²/2, അത് മൈനസ് വാല്യൂ ആയിരിക്കും. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മൊമെൻ്റ് അറ്റ് C ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ VA × R - H × R - W × R²/2. അവിടുന്ന് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടി W × R²/2. ഈ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണ്, മാക്സിമം മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മാക്സിമം മൊമെൻറ്റ് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം മൊമെൻറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം A.
ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ, ഈ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അസംഷൻ എടുക്കുവാണ്. ഇനി എബൌട്ട് ഡി പോയിന്റ് മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്, മൊമെൻറ്റ് അറ്റ് എക്സ്. അപ്പോൾ എന്തിൻ്റെ എഫക്റ്റ് വരും? ബി എയുടെയും എച്ചിൻ്റെയും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനും കൺസിഡർ ചെയ്തിട്ട് മൊമെൻറ്റ് എബൌട്ട് ഡി ഒരു ഇക്വേഷൻ എഴുതുവാണ്. സോ മൊമെൻറ്റ് എബൌട്ട് ഡി ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു എക്സ് മൈനസ് എച്ച് ഇൻറ്റു വൈ മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ഇനി എക്സിനും വാല്യൂ വൈക്കും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? ആ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കോർഡിനേറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ 2 മൈനസ് ആർ സൈൻ തീറ്റ. ഇതിനകത്ത് എൽ ബൈ 2 എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആറാണ്. നമ്മുടെ ടോട്ടൽ ലെങ്ത് 2r ആണ്. അപ്പോൾ ആർ. ഇനി y എന്ന് പറയുമ്പോൾ y is equal to h. ഇവിടെ നമുക്ക് എന്താ വൈയുടെ വാല്യൂ കൊടുത്തിരിക്കുന്നത്? വൈയുടെ വാല്യൂ r ആണ്. അപ്പോൾ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r മൈനസ് r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി ഈ r ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വാല്യൂ വരുമ്പോൾ r കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ ഈ എക്സിൻ്റെയും വൈയുടെയും കോർഡിനേറ്റ് വാല്യൂസ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്ത് വരുമ്പോൾ മൊമെൻറ്റ് അറ്റ് എക്സിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എം എക്സ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി മാക്സിമം മൊമെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഡി എം എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 0 ടു ഗെറ്റ് മാക്സിമം മൊമെൻറ്റ്. അപ്പോൾ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ 2, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 വരും. കോസ് തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ, മൈനസും പ്ലസ് ആയി. സൈൻ സ്ക്വയർ തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇതെന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഡിവൈഡ് ബൈ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ 2, ആ ടേം 0 ആയിപ്പോയി. ഇനി ഇവിടുന്ന് സൈൻ തീറ്റ പുറത്തേക്ക് എടുത്തു. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 കോസ് തീറ്റ എന്ന് വന്നു. ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 മൈനസ് 2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഓർ 1 മൈനസ് 2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷൻ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് പോയിൻ്റ് ആയിരിക്കും കിട്ടുന്നത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്ത് വരും? 0 വരും. തീറ്റയുടെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അത് ക്രൗൺ ആയിരിക്കും. ക്രൗണിൽ നമുക്ക് മാക്സിമം മൊമെൻറ്റ് വരത്തില്ല. ഇനി അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നോക്കാം. 1 മൈനസ് 2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഈ 1 ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ 2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ 2. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രീസ്. സോ മാക്സിമം മൊമെൻറ്റ് വിൽ ഒക്കോ അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രീസ്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ എഴുതിയ മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇവിടെ തീറ്റയുടെ വാല്യൂ 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക to get maximum moment. Maximum moment is equal to minus w r square by 8.